ഹലോ. ഒരുപാട് തവണ ചിക്കനും ബീഫും ഒക്കെ ഉണ്ടാക്കാറുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് മട്ടൻ ഉണ്ടാക്കുന്നത്. അതും മട്ടൻ്റെ എല്ല്. ആദ്യം ഇത് കൊണ്ടുവന്നപ്പോൾ ഞാൻ സൂപ്പ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ലിനേഷിന് സൂപ്പ് വേണ്ട, എന്തെങ്കിലും റോസ്റ്റ് പോലെ ചെയ്ത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഇതിൻ്റെ സ്മെല്ലാണ് സഹിക്കാൻ പറ്റാത്തത്. പക്ഷേ അത് കളയാനായിട്ട് ഞാൻ യൂട്യൂബിൽ നിന്നൊരു സൂത്രം കണ്ടുപിടിച്ചു. കുറച്ച് വിനാഗിരിയും മഞ്ഞളും കൂടെ ഇട്ട് ഒരു 5-6 തവണ ഞാൻ കഴുകിയെടുത്തു. നന്നായിട്ട് സ്മെല്ല് പോയി കേട്ടോ. ചിലപ്പോൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, പക്ഷേ എനിക്ക് അനുഭവജ്ഞാനം കുറച്ച് കുറവാണല്ലോ. ഇത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായത് കാരണം കുറച്ച് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഉപ്പും കുരുമുളകും ഒക്കെ ഇട്ട് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ട് ഒരു 8-9 വിസിലെങ്കിലും വേണ്ടി വന്നു, അതൊന്ന് വെന്ത് കിട്ടാൻ തന്നെ. അത് വേവാൻ വെച്ച സമയം കൊണ്ട് ഞാൻ യൂട്യൂബിൽ സകല കുക്കിംഗ് ചാനലുകളിലും കയറി ഇറങ്ങി. ഇതിനി എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള റെസിപ്പി കണ്ടുപിടിക്കണമല്ലോ. പക്ഷേ എങ്ങനെയൊക്കെ നോക്കിയിട്ടും എനിക്കൊന്നും അങ്ങോട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഒടുക്കം എൻ്റെ സ്വന്തം ഐഡിയയിൽ തന്നെ കുക്ക് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ സാധാരണ ബീഫ് കുക്ക് ചെയ്യുന്ന പോലെ തന്നെ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റി അതിലേക്ക് പൊടികൾ മൂപ്പിച്ചിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള എല്ലും കൂടെ തട്ടിയിട്ടു. പിന്നെ കുക്കർ അടച്ച ഒരു വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്തു. അതിനുശേഷം കുക്കർ തുറന്ന് നന്നായിട്ടത് വറ്റിച്ചെടുത്തു. കുറച്ച് ഗ്രേവി മാത്രമായിട്ട്, എന്നാൽ ഒരുപാട് ഡ്രൈ ആവാതെ. ആ ഒരു പരുവായപ്പോഴേക്കും സ്റ്റൗ ഓഫ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കുരുമുളക് പൊടി തൂവി കൊടുത്തു. പിന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുത്തു. എന്നിട്ട് കുക്കർ കുറച്ച് നേരം അടച്ചു വെച്ചു. ഒരു 10 മിനിറ്റ് നേരം അങ്ങനെ വെച്ചു. അത് കഴിഞ്ഞ് തുറന്നു നോക്കിയപ്പോൾ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ആദ്യമായിട്ട് മട്ടൻ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇത് ഫ്ലോപ്പ് ആകുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷേ നല്ലൊരു സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ. സ്മെല്ല് മാത്രമല്ല, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ലൈഫിലെ ആദ്യത്തെ മട്ടൻ പരീക്ഷണം വിജയമായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചതിലൊക്കെ ഒരുപാട് അപ്പുറത്ത്.